അവസാന നിമിഷവും ശുഭപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. ഭരണ തുടർച്ചയിൽ സംശയമില്ലെന്ന് LDFും ഭരണമാറ്റമുണ്ടാകുമെന്ന് ഉറപ്പിച്ച് UDFും പറയുന്നു. ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് NDA. മുന്നണികളുടെ പ്രതീക്ഷ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കൊപ്പം നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ വിവിധ ജില്ലകളിൽ നിന്നും വിവിധ മണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. അമൽ തേനമ്പറമ്പിലും AK സ്റ്റെഫിനുമുണ്ട്. അമൽ, എങ്ങനെയായിരിക്കും തിരുവനന്തപുരത്തുള്ള റിസൾട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തുടങ്ങിയിട്ട് സംസ്ഥാനമാകെ നമ്മൾ ഉറ്റുനോക്കുകയാണ്. UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉറപ്പിച്ച മട്ടാണ് ഭരണമാറ്റം തിരികെ വരുമെന്നുള്ള ഉറപ്പിലാണ്. പക്ഷെ LDF എന്തായാലും ഒരു 74-75 സീറ്റ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ LDF ക്യാമ്പിൽ നിന്ന് വൃത്തങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള സൂചനകളും വരുന്നു. വളരെ ടൈറ്റ് ഫൈറ്റിന്റെ ഒരു സൂചനകൾ, ടൈറ്റ് ഫൈറ്റ് നടന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് മുന്നണികളിൽ നിന്നുൾപ്പെടെ നമുക്ക് ഈ അവസാന നിമിഷം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ആ പ്രതീക്ഷകൾ? അക്ഷയ, മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷയുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുള്ള, ഏറ്റവും അധികം മണ്ഡലങ്ങളുള്ള ജില്ല തിരുവനന്തപുരം. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നിയമമണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോര് നടക്കുന്നു. ആർക്ക് വേണമെങ്കിലും വോട്ട് എണ്ണി തുടങ്ങി ഒരു 1.5 മണിക്കൂർ വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം. ഉറപ്പായും ഞങ്ങൾ ജയിക്കുമെന്ന്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എങ്ങനെയാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. ഏകപക്ഷീയമാകില്ല ഒരിടത്തെയും വിജയം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തിരുവനന്തപുരത്തെ മറ്റ് മണ്ഡലങ്ങളുടെയും സ്ഥിതി തന്നെയാണ്. രാവിലെ ഞാൻ KPCC ഓഫീസിൽ പോയിരുന്നു. ഇന്ദിരാഭവനിൽ പന്തലിടുന്നുണ്ട്. പായസം വയ്ക്കാനുള്ള ചെമ്പടക്കം ഓർഡർ ചെയ്തിട്ടുണ്ട്, ലഡു ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. ഒരു കാരണവശാലും പരാജയം എന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. മികച്ചൊരു വിജയം, സർവേയിലൊക്കെ പറഞ്ഞതിലും അപ്പുറത്തൊരു വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുകയാണ് UDF ക്യാമ്പ്. BJP ക്യാമ്പാണെങ്കിൽ സമാനമായി തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 5 സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. മിനിമം ഈ ബാക്കി സീറ്റുകളൊക്കെ പോയാൽ പോലും നേമത്തും അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തും വിജയിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. സ്റ്റെഫിൻ രാവിലെ AK സെന്ററിൽ ഉണ്ടായിരുന്നു. സ്റ്റെഫിനെ, ഈ AK സെന്ററിൽ ഇന്ദിരാഭവനിലാണെങ്കിൽ പായസം വയ്ക്കാനുള്ള ചെമ്പ് വരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടി എങ്ങനെയാണ്? AK സെന്ററിൽ എന്തായാലും അത്തരം പന്തലിടക്കവും പായസം കൊടുപ്പും അങ്ങനൊരു തീരുമാനമൊന്നും ഇല്ലായെങ്കിൽ പോലും തികഞ്ഞ ആത്മവിശ്വാസം ഇടത് ക്യാമ്പിലുണ്ട്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളൊക്കെ വന്നതിന് ശേഷവും ഒരു 70 സീറ്റ് വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റിലേക്ക് എത്താൻ കഴിയും. അതിന് മുകളിൽ ഒരു 75 സീറ്റ് വരെയൊക്കെ ഉറപ്പായും എത്താൻ കഴിയുമെന്നാണ് LDF കണക്കൂട്ടുന്നത്. അതിൽ പ്രത്യേകിച്ചും ഒരു കാരണം, ഏതാണ്ട് ഉറപ്പായും ഏതൊരു അടിയൊഴുക്കിലും ഉറപ്പായും കിട്ടുന്ന 50 മണ്ഡലങ്ങൾ LDFന് CPMന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മികച്ച ഒരു കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിനൂടെ ഒരു പ്രത്യേകത, നിയമസഭയ്ക്ക് മുന്നിലാണ് നിൽക്കുന്നത്. തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ EM ശങ്കര നമ്പൂതിരിപ്പാടിന്റെ പ്രതിമയുണ്ട്. അദ്ദേഹത്തിന്റെ പാർക്ക്, അദ്ദേഹത്തിന്റെ പേരിലുള്ള പാർക്കാണ് ഉള്ളത്. ഒരു ചരിത്ര പുരുഷൻ അവിടെ തല ഉയർത്തി നിൽക്കുന്നു. അതുപോലെ മറ്റൊരു മുഖ്യമന്ത്രി, ഒരു 3ാം ഭരണം നേടിക്കൊണ്ട് പിണറായി വിജയൻ അത്തരത്തിലൊരു മുഖ്യമന്ത്രി ആകുമോ, അങ്ങൊരു ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്നത്. ഇനി ഏതായാലും 15-15.5 മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും വലിയ ആത്മവിശ്വാസമുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പല രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഭാവി കൂടി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അല്ലേ? ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ K മുരളീധരൻ ആയിക്കോട്ടെ, മറ്റേ രാജീവ് ചന്ദ്രശേഖർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കടുത്ത മത്സരങ്ങളും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തായാലും മുഖ്യമന്ത്രി കണ്ണൂർക്ക് മടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കണ്ണൂർ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം. പിന്നീട് ഗോവിന്ദ മാഷ് ഇവിടെ ഉണ്ടല്ലോ, MV ഗോവിന്ദൻ തലസ്ഥാനത്തുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കളുടെ പട്ടിക പറയുകയാണെങ്കിൽ എല്ലാവരും തിരുവനന്തപുരത്താണ്. VD സതീശനുണ്ട്, അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അതോടൊപ്പം തന്നെ K മുരളീധരൻ അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇടിച്ചിടിച്ച് നിൽക്കുന്ന ആളുകളിൽ പ്രധാനികളെല്ലാം തലസ്ഥാനത്ത് ഒരിടത്തിരുന്നാണ്. അത് VD സതീശൻ കണ്ടോൺമെന്റ് ഹൗസിലിരുന്നാണ് റിസൾട്ട് കാണുന്നത്. അതായത് VD സതീശൻ കണ്ടോൺമെന്റ് ഹൗസിലിരുന്നാണ് റിസൾട്ട് കാണുന്നത്. ബാക്കി നേതാക്കളെല്ലാം, രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ്, K മുരളീധരൻ അടക്കമുള്ള ആളുകളെല്ലാം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ്. അവിടെ KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം ഒരു പന്തലൊക്കെ ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ VD സതീശന് ഒരുപക്ഷെ റിസൾട്ടൊക്കെ വന്ന ഒരു അനുകൂലമായ റിസൾട്ടൊക്കെ ഉണ്ടായാൽ KPCC ഓഫീസിലെത്തി ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. മറ്റ് നേതാക്കളെവിടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.